വെൽക്കം ടു മൈ ചാനൽ SR യൂട്യൂബർ. ഇന്ന് നമ്മൾ പാർട്ട് 4 കിടക്കുകയാണ്. നമ്മളിന്ന് കോർഡിനേറ്റ് ജോമെട്രിയിലെ പോർഷൻസ് ആണ് കവർ ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടിയത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ, നേരത്തെ വീഡിയോസിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ കൊടുത്ത ക്വസ്റ്റ്യൻസ് കമൻറ്റായോ അല്ലെങ്കിൽ എൻ്റെ ഫേസ്ബുക്ക് ചാനലിലോട്ടോ ഫേസ്ബുക്ക് പേജിലോട്ടോ ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ കിടക്കാം. The distance of the point P -3 -4 from x-axis. നമുക്ക് ആദ്യം ആ പോയിന്റ് ഒന്ന് മാർക്ക് ചെയ്ത് നോക്കാം. ആദ്യം നമ്മൾ ഒരു x-y പ്ലെയിൻ വരച്ചു. -3 എന്ന് പറയുമ്പോഴത്തേക്ക് x -3 -1 -2 -3 ആണ് -3. ഇത് -x-axis, ഇത് +x-axis, ഇത് +y, ഇത് -y. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് -4 ആണ്. -4 എന്ന് പറയുമ്പോൾ താഴെയായിരിക്കും 1 2 3 4 ആയിരിക്കും -4. ഈ രണ്ട് പോയിന്റ് ജോയിൻ ചെയ്യുന്ന എവിടെയാണെന്ന് നോക്കാം. ഇതാണ് നമ്മുടെ റിക്വയർഡ് പോയിന്റ്. ക്വസ്റ്റ്യൻ നോക്കി, ഫ്രം ദ x-ആക്സിസ് എന്ന് പറഞ്ഞാൽ ഫ്രം ദ x-ആക്സിസ് എന്ന് പറയുമ്പോൾ x-ആക്സിസിന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് 4 യൂണിറ്റ് ആയിരിക്കും. അതുപോലെ തന്നെ y-ആക്സിസിന് ഇങ്ങോട്ടുള്ള യൂണിറ്റ് 3 യൂണിറ്റ് ആയിരിക്കും. ഓക്കെ, ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ നിൽക്കേണ്ട. എക്സാക്സിലേക്കുള്ള ഡിസ്റ്റൻസ് ചോദിച്ചു കഴിഞ്ഞാൽ പോസിറ്റീവ് ആയിട്ട് ഇടുക. അതായത് -4 യൂണിറ്റ് നമ്മൾ പറയാൻ പാടില്ല, 4 യൂണിറ്റ് തന്നെ പറയാവുള്ളൂ. അതായത് y കോർഡിനേറ്റ് ആയിരിക്കും എക്സ് ആക്സിസിനുള്ള ഡിസ്റ്റൻസ്. പക്ഷെ എന്ത് എടുക്കാവുള്ളൂ? മാഗ്നിറ്റ്യൂഡ് മാത്രമേ എടുക്കാവുള്ളൂ. -4 എന്ന് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ബ്രാക്കറ്റ് എടുത്തിട്ട് 4 എന്ന് എഴുതാം. അതുപോലെ തന്നെ ഇവിടെ ചോദിച്ചിട്ടില്ല, നമ്മൾ അതും കൂടെ ഉൾപ്പെടുത്തുകയാണ്. എക്സ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ y ആക്സിസ് ആയിരിക്കും. y ആക്സിസിനുള്ള ഡിസ്റ്റൻസ് ആയിരിക്കും എക്സ് കോർഡിനേറ്റ്. ഇവിടെ -3 ആണ്. -3യുടെ മോഡുലസ് എന്ന് പറയുന്നത് +3 ആയിരിക്കും. ഇതാണ് ഇതിന്റെ ആൻസർ. നമ്മുടെ രണ്ടാമത്തെ പ്രശ്നം ഇതാണ്. ദ ഡിസ്റ്റൻസ് ഓഫ് ദ പോയിന്റ് P is 3 - 4 ഫ്രം ദ ഒറിജിൻ. നമ്മൾ നേരത്തെ വരച്ചതുപോലെ തന്നെ ചെയ്ത് നോക്കണം. +3 ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം 1 2 3 ഇതാണ് 3. -4 ആണ് പറഞ്ഞിരിക്കുന്നത്. എക്സ് ആക്സിസ് -x y -1 1 2 3 4 -4. ഇത് രണ്ടും ജോയിൻ ചെയ്യുന്ന പോയിന്റ് ഏതാണോ അതാണ് കോർഡിനേറ്റ് വരുന്നത്. ഈ പോയിന്റാണ് നമ്മളിത് ചോദിച്ചിരിക്കുന്നത്. ഈ ഡിസ്റ്റൻസ് ആണ്. ഇത് ഒറിജിൻ, ഇത് പറഞ്ഞ പോയിന്റ് P. ഓപ്പ് ചെയ്യുന്ന ഡിസ്റ്റൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ ഇത് 3 യൂണിറ്റ്, ഇത് 4 യൂണിറ്റ്. അതായത് ഒരു റൈറ്റ് ട്രയാങ്കിൾ ആയിട്ട് ഫോം ചെയ്തിരിക്കുന്നുണ്ട് 3 4. നമുക്കറിയാം പൈതഗോറസ് ട്രിപ്ലറ്റ് ആണ് 3 4 5 എന്നത്. അപ്പോൾ 5 യൂണിറ്റ്സ് ആണ് ആൻസർ. നമുക്ക് അതെങ്ങനെ കിട്ടിയെന്ന് ഒന്നും എഴുതാം. √3² + 4², that's equal to √9 + 16, that's equal to √25. ഇവിടെ പ്ലസ് ഓർ മൈനസ് അല്ല, ഇവിടെ +y മാത്രം എടുത്തേച്ചാൽ മതി, കാരണം ഡിസ്റ്റൻസ് ആയതുകൊണ്ട്. നമുക്ക് ഒരു പോയിന്റ് തന്നിരിക്കുകയാണ് P = x, y എന്ന് പറഞ്ഞിട്ട് ഒറിജിനിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് ചോദിക്കുന്നതെങ്കിൽ നമുക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് പറയാം √x² + 5². ഇതാണ് നമ്മുടെ ആൻസർ വരാൻ പോകുന്നത്. അതേസമയം പൈതഗോറിയൻ ട്രിപ്ലറ്റ്സ് ആണെങ്കിൽ നമുക്കിത് ചെയ്ത് നോക്കേണ്ട കാര്യം വരുന്നില്ല. കുറച്ച് ട്രിപ്ലറ്റ്സ് നമ്മൾ കാണാതെ പഠിക്കുകയാണെങ്കിൽ ഡയറക്റ്റ് ഉത്തരത്തിലോട്ട് നമുക്ക് പോകാവുന്നതാണ്. അപ്പോൾ അതാണ് നമ്മൾ നോക്കുന്നത്. ആദ്യത്തെ ട്രിപ്ലറ്റ്സ് 3 4 5 ഇതെല്ലാവർക്കും അറിയാവുന്നതാണ്. ഇനി ഈ പൈതഗോറിയൻ ട്രിപ്ലറ്റ്സിനെ 2 കൊണ്ട് ഇൻഡ്യൂസ് ചെയ്താൽ 2 3 അങ്ങനെ ഇൻഡ്യൂസ് ചെയ്ത് പോകുന്നതനുസരിച്ച് പുതിയ ട്രിപ്ലറ്റ്സ് കിട്ടിക്കൊണ്ടിരിക്കും. അത് ആദ്യം എഴുതാം. 3 × 2 എന്ന് പറഞ്ഞാൽ 6 ആണ്, 8 ആണ്, 10 ആണ്. നമുക്കറിയാവുന്നതാണ്. അടുത്തത് 3 × 3 9 ആണ്, 12 ആണ്, 15 ആണ്. അടുത്തത് 12 ആണ്, 16 ആണ്, 20 ആണ്. ഇനി മുകളിലോട്ട് അങ്ങോട്ട് പോവുകയും ചെയ്യും. നമുക്ക് ഇത്രയും മതി തീർക്കാം. ഇനി അടുത്ത ട്രിപ്ലറ്റ്സിനെ നമുക്ക് കണ്ടുപിടിക്കാം. നമുക്കറിയാവുന്ന ഒരു 5 തൊട്ട് തുടങ്ങാം. 5ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 25 ആണ്. 25ന്റെ പകുതി എന്ന് പറയുന്നത് 12.5 ആണ്. ഈ 12.5 വരുന്നത് 12നും 13നും ഇടയ്ക്കാണ്. അപ്പോൾ 5 12 13
ഇത് ഒരു പൈതോറിയൻ ട്രിപ്ലറ്റ് ആണ്. 5 കഴിഞ്ഞ് അടുത്ത് വരുന്ന ഒറ്റസംഖ്യ എന്ന് പറയുന്നത് ഓഡ് നമ്പർ 7 ആണ്. 7ന്റെ സ്ക്വയർ 49 ആണ്. 49ന്റെ പകുതി എന്ന് പറയുന്നത് 24.5 ആണ്. ഇത് വരുന്നത് 24നും 25നും ഇടയ്ക്കാണ്. 7, 24, 25 ഇത് അടുത്ത ട്രിപ്ലറ്റ് ആണ്. അത് കഴിഞ്ഞ് വീണ്ടും ഒരെണ്ണം എഴുതിയേക്കാം. 9ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 81 ആണ്. പകുതി 40.5 ആണ്. 40നും 41നും ഇടയ്ക്കാണ് ഇത് വരുന്നത്. അതുകൊണ്ട് തന്നെ 9, 40, 41 അടുത്ത ട്രിപ്ലറ്റ്സ്. ഇങ്ങനെയുള്ളത് പഠിച്ചു വയ്ക്കുക. ഇനി ഇത് രണ്ടിൽ പെടാത്ത ഒരെണ്ണമാണ് 15, 8, 17. അതുപോലെ തന്നെ 21, 20, 29 ഇതും കൂടെ ഓർത്ത് വയ്ക്കുക. ഈ ട്രിപ്ലറ്റ്സ് ഇത്രയും പഠിച്ചു വെച്ചാൽ കുറേ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാൻ പറ്റും സിമ്പിളായിട്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണ്. നമുക്കൊരു പോയിന്റ് പറയുകയാണ് P = 5, 12. അങ്ങനെ ഒരു പോയിന്റ് നൽകിക്കുക. ഒറിജിനലിലുള്ള ഡിസ്റ്റൻസ് എന്താണെന്ന് വെച്ചാൽ അതിന് പൈതോറിയൻ ട്രിപ്ലറ്റ് ആയ 13 ആയിരിക്കും ആൻസർ. ഡയറക്റ്റ് നമുക്ക് എഴുതാം. അതുപോലെ തന്നെ 7ഉം 24 എന്താണെന്ന് വെച്ചാൽ P = 7, 24. ആ പോയിന്റ് ആണെങ്കിൽ നമ്മുടെ ഇൻഡയറക്റ്റ് ആയിട്ട് വരുന്നത് 25. മൂന്നാമത്തെ നമ്പർ ആയിട്ട് നമ്മുടെ ഒറിജിനൽ നിന്നുള്ള ഡിസ്റ്റൻസ് 25 ഇതായിരിക്കും ആൻസർ. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോയിന്റ്സ് a cos θ plus b sin θ, 0 and 0, a sin θ minus b cos θ is. നമ്മളിത് ട്രിഗണോമെട്രി കാണുമ്പോഴേ പല പിള്ളേരും ഇത് ഒഴിവാക്കുന്നതാണ്. പക്ഷേ ഏറ്റവും എളുപ്പമുള്ള ആൻസർ ആയിരിക്കും ഇത് വരുന്നത്. കാരണം cos θ sin θ എന്ന് വന്നിട്ടുണ്ട്, പോയിന്റ്സ് വന്നിട്ടുണ്ടെങ്കിലും നമ്മുടെ ആൻസറിനകത്തൊന്നും cos θയും sin θയും വന്നിട്ടില്ല. അതിൻ്റെ അർത്ഥം അതിൻ്റെ ആൻസർ 1 or 0 ആയി പോകുന്നതന്നെയാണ്. ഓക്കെ, അപ്പം നമുക്കറിയാം cos θയും sin θ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രണ്ടും കൂടെ 1 ആയി പോകാനുള്ള കണ്ടീഷൻ sin square θ plus cos square θ ആണ്. ആ രീതിയിലോട്ടോ അല്ലെങ്കിൽ cos θ into sin θ ഓപ്പോസിറ്റ് വരണം. അങ്ങനെ വെട്ടിപ്പോയി 0 വരുന്ന മുതൽ വരണം. ആ രണ്ട് കണ്ടീഷൻ ഏതാ വരുന്നത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യം നമുക്ക് ഡിസ്റ്റൻസ് ഫോർമുല അറിയാമോ? x1 minus x2 അതായത് a cos θ plus b sin θ മൈനസ് 0 ആയതുകൊണ്ട് അതിൻ്റെ സ്ക്വയർ. ഓക്കെ, പ്ലസ് 0 മൈനസ് എ സൈൻ തീറ്റ മൈനസ് ബി കോസ് തീറ്റ. ഞാൻ അവിടെ ചിഹ്നം മാറ്റുവാണ്. മൈനസ് ബി കോസ് തീറ്റ പ്ലസ് ബി കോസ് തീറ്റ എന്ന് എഴുതുവാണ്. ബി കോസ് തീറ്റ എ സൈൻ തീറ്റ എന്നുള്ളത് മൈനസ് എ സൈൻ തീറ്റ എന്ന് എഴുതുവാണ്. ഹോൾ സ്ക്വയർ. എന്തൊരു കാര്യം വിട്ടുപോകരുത്, സ്ക്വയർ റൂട്ടിനകത്താണ്. ഓക്കെ, ഇനി ഇത് അടുത്ത് ചെയ്ത് വരുമ്പോഴത്തേക്ക് നമുക്കറിയാം എ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് ബി സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ. ഇനി ഇത് രണ്ടും കൂടെ ഗുണിക്കുമ്പോൾ എ ബി സൈൻ തീറ്റ കോസ് തീറ്റ ഒരു 2 കൂടെ 2ab സൈൻ തീറ്റ കോസ് തീറ്റ. നമുക്ക് ഈ ടേം ആയിട്ടുള്ളൂ, മറ്റേ ടേം കൂടെ വേണം. അപ്പോൾ പ്ലസ് ബി സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് എ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ മൈനസ് 2ab സൈൻ തീറ്റ കോസ് തീറ്റ. മനസ്സിലായി കാണുമല്ലോ, ഇവിടെ പ്ലസ് ആയിരുന്നു, ഇവിടെ മൈനസ് ആയിരുന്നു. 2ab സൈൻ തീറ്റ കോസ് തീറ്റ, 2ab സൈൻ ബി കോസ് തീറ്റ പോയി. ഇനി ബാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ് സ്ക്വയർ തീറ്റ വരുന്നതുകൊണ്ട് സൈൻ സ്ക്വയർ തീറ്റ വരുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിട്ട് കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ എവിടെയെങ്കിലും വരുമെന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. കാരണം ഓപ്ഷനിൽ സൈൻ തീറ്റ കോസ് തീറ്റ വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ അത് രണ്ടിനെ നമുക്കൊന്ന് ചെയ്യാം. സ്ക്വയർ റൂട്ടിനകത്ത് എ സ്ക്വയർ ഇൻറ്റു കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് വന്നു. അതായത് ഈ ടേമും ഈ ടേമും. ഓക്കെ, ഇനി അടുത്തത് ബി സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് ബി സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ. അതെടുക്കുമ്പോൾ പ്ലസ് ബി സ്ക്വയർ ഇൻറ്റു സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞു. ഇത് വണ്ണാണ്, ഇത് വണ്ണാണ്. സ്ക്വയർ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് വരും. ഇതാണ് സ്ക്വയർ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. സി കറക്റ്റായിട്ട് എക്സ്പാൻഷൻ ചെയ്ത് പോവുകയാണെങ്കിൽ തെറ്റത്തില്ല, സിമ്പിളാണ്, ഒഴിവാക്കിയത്. നമ്മുടെ അടുത്ത ക്വസ്റ്റിനോട്ട് നടക്കാം. The value of k for which the points 0, 2 is equidistant from 2 points 3, k and k, 5 is. നമുക്കത് എഴുതുമ്പോൾ ആദ്യം ഈ പോയിന്റ് തമ്മിൽ ഡിഫറൻസ് നോക്കാം. 3 - 0 എന്ന് പറഞ്ഞാൽ 3 തന്നെയാണ്, 3 സ്ക്വയർ പ്ലസ് k - 2 the whole square വരും. k - 2 the whole square. ഇത് സ്ക്വയർ റൂട്ടിനകത്താണ് വരേണ്ടത്, പക്ഷെ നമ്മൾ ഇക്വേറ്റ് ചെയ്യാൻ പോവാണ്. അതുകൊണ്ട് നമ്മൾ ഒരു സ്റ്റെപ്പ് കുറയ്ക്കുകയാണ്.
അപ്പം അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ k മൈനസ് 0 ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് k സ്ക്വയർ തന്നെയാണ്. 5 മൈനസ് 2 ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് 3 സ്ക്വയർ ആണ്. ഓക്കെ, അതും സ്ക്വയർ റൂട്ടിനകത്താണ്. രണ്ടും അപ്പുറം ഇപ്പുറം ഇക്വേറ്റ് ചെയ്തുകൊണ്ടിരുന്നുകൊണ്ട് നമ്മൾ സ്ക്വയർ റൂട്ട് ഒഴിവാക്കി ബാക്കി ചെയ്ത് പോവുകയാണ്, തുടങ്ങുകയാണ്. 3 സ്ക്വയർ എന്ന് പറയുന്നത് ഇവിടെയുണ്ട് ഇവിടെയുണ്ട്, അത് വെട്ടിപ്പോയി. ഇനി k സ്ക്വയർ മൈനസ് 4k പ്ലസ് 4 ഈക്വൽ ടു k സ്ക്വയർ. ഈ k സ്ക്വയറും ഈ k സ്ക്വയറും പോയി. ഈ 4k അപ്പുറം പോയി കഴിഞ്ഞാൽ 4k ഈക്വൽ ടു 4 എന്ന് വരും, k ഈക്വൽ ടു 1 എന്ന് വരും. അപ്പോൾ 1 ആണ് ഉത്തരം. ഓക്കെ, നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. If the distance between the points 4, k and 1, 0 is 5, the possible values of k. k4, k minus 4, k is equal to plus or minus 4. കുറച്ചുകൂടി എളുപ്പമായിട്ടാണ് ഓപ്ഷൻസും തന്നിരിക്കുന്നത്, കൺഫ്യൂഷൻ ഇല്ല. നമുക്ക് ഡിസ്റ്റൻസ് ഫോമിൽ അപ്ലൈ ചെയ്യുമ്പോൾ 4 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 3 സ്ക്വയർ, k മൈനസ് 0 എന്ന് പറഞ്ഞാൽ k സ്ക്വയർ. അതിൻ്റെ സ്ക്വയർ റൂട്ടാണ് നമുക്ക് തന്നിരിക്കുന്നത് 5. അപ്പം 5 എഴുതി. 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9 ആണ്, k സ്ക്വയർ എന്ന് പറഞ്ഞാൽ k സ്ക്വയർ തന്നെ. 5ന്റെ സ്ക്വയർ ആക്കുക, ഈ സ്ക്വയർ റൂട്ട് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി 25. അതായത് k സ്ക്വയർ ഈസ് ഈക്വൽ ടു 25 മൈനസ് 9 എന്ന് പറഞ്ഞാൽ 16 ആണ്. k ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 4. ഇതാണ് ആൻസർ. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. The center of a circle whose end points of a diameter are -6, 3 and 6, 4 is. നമ്മൾ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോഴത്തേക്ക് പെട്ടെന്ന് കൺഫ്യൂഷൻ ഉണ്ടാകുന്നത് ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്നത് മിഡ് പോയിന്റ് സീറോ തന്നെയാണ്. ഓക്കെ, അതായത് ഒരു സർക്കിളിൻ്റെ എൻഡ് പോയിന്റ്സ് തന്നിരിക്കുന്നത് -6, 3, മറ്റേ എൻഡ് പോയിന്റ് തന്നിരിക്കുന്നത് 6, 4. ഇതിൻ്റെ മിഡ് പോയിന്റ് ആയിരിക്കത്തില്ല സെൻറ്റർ. അപ്പോൾ മിഡ് പോയിന്റ് സീറോ തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. 6 + -6 ÷ 2. 6 + -6 എന്ന് പറഞ്ഞാൽ 0 ആണ്. ഇവിടെ 0 എന്നുള്ള ഓപ്ഷനേ ഉള്ളൂ. കൂട്ടി നോക്കിയേക്കാൻ പറയാം. 4 + 3 എന്ന് പറഞ്ഞാൽ 7 ആണ്. 7ന്റെ പവർ 7 ആണ്. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ദ പോയിന്റ് വിച്ച് ഡിവൈഡ്സ് ദ പോയിന്റ് A 0, 5 and B 5, 0 ഇന്റർലി ഇൻ ദ റേഷ്യോ 2:3 ഈസ്. നമുക്കിവിടെ ചെയ്തുകൊണ്ട് പോകാം, അതിന് കാണിച്ചു തരാൻ. ഇത് A എന്ന് പറയുന്നത് 0, 5, B എന്ന് പറയുന്നത് 5, 0. റേഷ്യോ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഈ പോയിന്റിൻ്റെയാണ് റേഷ്യോ വേണ്ടത്, 2:3. ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതേ ഇൻറ്റു ഇത് 2 × 5 എന്ന് പറയുന്നത് 10 ആണ്. അധികം 3 × 0 0 ആണ്. 0 ഡിവൈഡ് ബൈ 2 3 കൂട്ടിക്കഴിഞ്ഞാൽ 5, 2 × 0 എന്ന് പറയുന്നത് 0 തന്നെ. 3 × 5 എന്ന് പറയുന്നത് 15 ആണ്. 2 3 കൂട്ടിക്കഴിഞ്ഞാൽ 5 തന്നെ. അപ്പോൾ 10/5 എന്ന് പറയുന്നത് 2, 15/5 എന്ന് പറയുന്നത് 3 ആണ്. ഇതാണ് ആൻസർ. ഇവിടെ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ദ റേഷ്യോ ഇൻ വിച്ച് y ആക്സിസ് ഡിവൈഡ്സ് ദ ലൈൻ സെഗ്മെന്റ് ജോയിനിങ് ദ പോയിന്റ്സ് 5, -6 ആൻഡ് -1, -4 ഈസ്. നമുക്കിവിടെ y ആക്സിസ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഒരു സാധാരണ ക്വസ്റ്റ്യൻ ആണെങ്കിൽ റേഷ്യോയും പോയിന്റ്സോ ഏതെങ്കിലും ഒരെണ്ണം തരുന്നതായിരുന്നു. ഇപ്പോൾ രണ്ടും തരുന്നില്ല. അപ്പോൾ അതെങ്ങനെ ചെയ്യുമെന്ന് നോക്കാം. ആദ്യം നമ്മൾ 5, -6 മാർക്ക് ചെയ്തു. അടുത്ത പോയിന്റ് മാർക്ക് ചെയ്തു -1, -4. നമ്മൾ ജോയിൻ ചെയ്യുന്നു. പറഞ്ഞിരിക്കുന്നത് എന്താണ്? y ആക്സിസ് ഇവിടെ കൂടെ കടന്നു പോകുന്നുണ്ട്, എവിടെയോ കൂടെ. അപ്പോൾ ആ ഒരു പോയിന്റ് ഇവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. അത് കട്ട് ചെയ്യുന്ന റേഷ്യോ k:1 എന്നുള്ളതാണ്. നമുക്ക് y ആക്സിസിലെ ഒരു പോയിന്റ്, y ആക്സിസിലെ ഏതൊരു പോയിന്റിൻ്റെയും x കോർഡിനേറ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. 0, y എന്ന് ഞാൻ എടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി സെക്ഷൻ ഫോർമുല അപ്ലൈ ചെയ്ത് വെച്ചാൽ മതി. k × -1 എന്ന് പറഞ്ഞാൽ -k ആണ്. 1 × 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ +5 ആണ്. ഡിവൈഡ് ബൈ k+1 എന്ന് പറയുന്നത് 0 ആണ്. ഈ ഒരു ഇക്വേഷൻ ഒരിക്കലും ഇതിൻ്റെ കാര്യം ഇനി എടുക്കേണ്ടതില്ല. k-5 0 ആണെങ്കിൽ മാത്രം, -k+5 0 ആണെങ്കിൽ മാത്രമേ നമുക്ക് ഈ ആൻസർ വരത്തുള്ളൂ. അപ്പം k = 5 ആണ് ആൻസർ. k = 5 ആണ്. k:1 എന്ന് പറയുന്നതായിരുന്നു നമുക്ക് വേണ്ട റേഷ്യോ. അതായത് 5:1 ആയിരുന്നു ആൻസർ. 5:1 എന്ന് പറയുന്നത്